ഗായ്സ്, അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ സിസ്റ്ററിനെ കാണാൻ പോവാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് 7 ഇയേഴ്സ് ആയി കേട്ടോ കണ്ടിട്ട്. ലാസ്റ്റ് ടൈം അവളെ കണ്ടപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ടേ ഒരുമിച്ചായിരുന്നു കളിച്ച് വളർന്നതൊക്കെ. ഇപ്പം ഞങ്ങൾ നേരിട്ട് കാണാൻ പോവാണ്. ബസ് സ്റ്റോപ്പ് എത്തി. ഫൈനലി അവൾ വന്നു. എന്നെ കണ്ടപ്പോൾ കുറേ കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. എനിക്കതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞങ്ങളൊരു പാർക്കിലേക്ക് പോവാണ്. അയ്യോ, ഹായ്. ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ ആ ഒരു ഷോക്കൊന്നും മാറിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ പഴയ കാര്യങ്ങളും ഞങ്ങളുടെ പണ്ടത്തെ മെമ്മറീസും ഒക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്നു. ഫുഡ് നോമ്പിന്റെ ടൈം. ഞങ്ങൾക്ക് പിന്നെ നന്നായിട്ട് വിശന്നു. ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ പോവാണ് കേട്ടോ. ഞങ്ങൾ അവിടെ കണ്ടൊരു ഹോട്ടലിൽ കയറി കേട്ടോ. ഒരു അടിപൊളി ഹോട്ടൽ തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് അവിടെ തന്നെ കയറി. പിന്നെ അവിടെ നിന്ന് മന്തി പറഞ്ഞു, മന്തി കിട്ടിയില്ല. അപ്പം പിന്നെ ബിരിയാണി കഴിച്ചു. ഗൈസ്, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചേട്ടാ അനിയന്മാരുടെ മക്കളാണ് കേട്ടോ. നമുക്ക് വായിൽ വെച്ച് തരാൻ അറിയുന്നില്ല. എന്നിട്ട് ചോറ് മൊത്തം നിലത്ത് പോയി. ഞാൻ കുറേ പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. നീ ഇതുവരെ വലുതായില്ലേ, ആ ഒരു കുട്ടിത്തൊന്നും ഇതുവരെ മാറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ചെറുതായിരുന്നതും ഞാൻ അവളെ നോക്കി വളർത്തിയതും ഒക്കെ എനിക്ക് ഇപ്പോഴും ഞാനിങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവൾ ഇത്ര വലുതായി, ഇത്ര ഇയേഴ്സ് കഴിഞ്ഞു പോയല്ലോ. എന്നിട്ടും ആ ഒരു സ്നേഹവും ഇതൊന്നും രണ്ടുപേർക്ക് ഇപ്പോഴും ഒട്ടും കുറവില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെറുതായിരുന്നപ്പോൾ ഒപ്പിച്ച് വെച്ച കുറേ കുസൃതികളും ഇതൊക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. എത്ര സംസാരിച്ചാലും കഴിയില്ല. ഗൈസ്, ബിരിയാണി പറയുമ്പോൾ എനിക്ക് എപ്പോഴും ലെഗ് പീസ് മസ്റ്റാണ്. ഞാൻ ലെഗ് പീസ് എപ്പോഴും ചോദിച്ച് വാങ്ങും. പക്ഷെ അവൾക്ക് അങ്ങനെ ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നോർമൽ പീസ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പിന്നെ ലൈം ജ്യൂസ് ഓടിച്ചു കേട്ടോ. 1 മന്ത് മുന്നേ ഇവളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അതിനെനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് നല്ല സങ്കടമുണ്ട്. ബിക്കോസ് എൻ്റെ അനിയത്തിൻ്റെ എൻഗേജ്മെന്റിന് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. അപ്പം ഇവളുടെ മാരേജ് ഇപ്പം അടുത്തുണ്ടാവും. അപ്പം അതിന് പോകണം, എന്തായാലും വരണം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോലെ വളർന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും രണ്ടുപേരും ആ ഒരു പണ്ടത്തെ ആ കുട്ടികളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓരോ കോമാളിത്തരം കാണിക്കും, ഇതേപോലെ ഇരുന്ന് ചിരിക്കും. ഇത് തന്നെയാണ് ഇപ്പം വന്നപ്പോൾ തൊട്ട് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിരിച്ചും കളിച്ചും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. മോഹം കാണിക്കുന്നു. കഴിച്ച് നമ്മൾ പോവാണ്. നടന്നോണ്ടിരിക്കോ. ഇപ്പൊ ഇങ്ങനെ പോകും. പിന്നെ എവിടെയെങ്കിലും പോയി തള്ളും. അവിടുന്ന് പിന്നെ കഥയും പറഞ്ഞ് നേരെ പോയത് കൂൾ ബാറിലാണ്. കൂൾ ബാറിൽ പോയിട്ട് പപ്സ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അതും വാങ്ങിയിട്ട് പിന്നെ ഇവിടെ കോഴ്സ് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവള് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അപ്പോൾ ഇവൾ എന്നെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്നെ ഇവർക്ക് പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തു. ചിരിക്ക് മാത്രം ഒരു കുറവുമില്ല. ആദ്യം കരയൊക്കെ ചെയ്തെങ്കിലും പിന്നെ ഇതേ ചിരി നിർത്തിയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. കൂടെ ഞാനുള്ളതിന്റെ സന്തോഷമായിരിക്കും അവൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എത്രമാത്രം ഹാപ്പിയാണ് ഇവളുടെ കൂട്ടിന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ പോകേണ്ട സമയമായി. രണ്ടാളിപ്പോൾ ബൈ പറഞ്ഞ് പിരിയും. അതിനു മുമ്പ് അവിടെ എനിക്ക് കിറ്റ്കാറ്റൊക്കെ വാങ്ങി തന്നു. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലാ. ബസ് വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പം ബസ് വരാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അതിനകത്ത് ആ ക്യൂട്ടായിട്ടുള്ള ടെഡീൻ്റെ ആ ഒരു കേക്ക് എടുത്ത് കഴിച്ചു കേട്ടോ. രണ്ടുപേരും ഇടയ്ക്ക് പറയുന്നുണ്ട്, അയ്യോ നമുക്കിപ്പോൾ പോകേണ്ടി വരുമല്ലോ, നീ എപ്പോഴും അടുത്ത തവണ കാണുക എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പോയല്ലേ പറ്റൂ. ഈ ഒരു ഡേ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം രണ്ടുപേരും അത്രമാത്രം ഹാപ്പി ആയിട്ടിരുന്നൊരു ദിവസമാണ് ഇന്ന്. പിന്നെ ഇവൾ എത്ര വലുതായാലും ഇവൾ ഇപ്പോഴും എനിക്ക് എൻ്റെ ആ കുഞ്ഞു വാവ തന്നെയാണ്. ഇങ്ങനെ സംസാരിച്ചിരുന്ന ടൈം പോയതേ അറിഞ്ഞില്ല. അവളുടെ ബസ് വന്നു. ഇനി അവളെ ഇവിടെ നിന്ന് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ രണ്ട് വഴിക്ക് പോകും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഷാനത്ത കരയിലേ എന്നാണ് അവൾ പറയുന്നത്. സിസ്റ്റേഴ്സിന് ഇത്രയൊക്കെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഡിയർ നിച്ചു, യു ആർ മൈ ഫേവറേറ്റ് പേഴ്സൺ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.